ആഗോള ഇന്ധന വിതരണത്തിന്റെ സുപ്രധാന നാഡീഞരമ്പായ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക രാഷ്ട്രീയ സംഘർഷം അങ്ങേയറ്റം അപകടകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെയും അതിനെ തുടർന്ന് US സൈന്യം ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെയും പശ്ചാത്തലത്തിൽ മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ട നിലയിലാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞ ഇറാൻ തങ്ങളുടെ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ കടലിടുക്ക് തുറന്നു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനിലേക്കും തിരിച്ചുമായി സർവീസ് നടത്താൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് US സെൻട്രൽ കമാൻഡ് തങ്ങളുടെ ഉപരോധം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയുമാണ്. തന്ത്രപ്രധാനമായ ഈ സമുദ്രപാതയിൽ അമേരിക്കൻ ഫോഴ്സ് നടത്തുന്ന കർശന പരിശോധനകളുടെ ഭാഗമായി ഇതിനകം 55ഓളം വാണിജ്യ കപ്പലുകളാണ് ദിശ മാറ്റിയതായി US പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചത്. ഇതിനു പുറമെ 3 കപ്പലുകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും 2 എണ്ണത്തിൽ US സൈനികർ നേരിട്ട് കയറി പരിശോധന നടത്തുകയും ചെയ്തു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കോ തീരദേശ മേഖലകളിലേക്കോ കടക്കാൻ ശ്രമിക്കുന്ന യാനങ്ങളെ പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഘടനാപരമായ ഉപരോധം പ്രവർത്തിക്കുന്നത്. അതേസമയം ഇറാനുമായി ബന്ധമില്ലാത്ത മറ്റ് നിഷ്പക്ഷ വാണിജ്യ കപ്പലുകൾക്ക് ഹോർമൂസിലൂടെ കടന്നുപോകാൻ തടസ്സമില്ലെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് ടെഹ്റാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങൾ കാണുന്ന ട്രംപിന്റെ പ്രസ്താവന കേവലം പ്രചാരണം മാത്രമാണെന്നും യാഥാർത്ഥ്യം അതല്ലെന്നും പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി വ്യക്തമാക്കി. ഇറാൻ മുന്നോട്ട് വെച്ച മുൻകൂർ വ്യവസ്ഥകൾ അമേരിക്കയും സഖ്യകക്ഷികളും അംഗീകരിക്കാതെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഇതിലൂടെ സുരക്ഷിതമായി കടന്നു പോകാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാനിയൻ നേതൃത്വം നൽകുന്നത്. സൈനിക പ്രതിരോധവും ഉപരോധവും സമുദ്ര അതിർത്തികളിൽ മുറുകുമ്പോൾ US നാവികസേന നേരിടുന്ന അഭൂതപൂർവമായ മാനസിക ഭൗതിക പ്രതിസന്ധികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അറബിക്കടലിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനിലെ ജീവനക്കാരുടെ സ്ഥിതി ദയനീയമാണെന്ന് കാണിച്ച് US സെനറ്റർമാർ രംഗത്തെത്തിയിട്ടുണ്ട്. 250ലേറെ ദിവസങ്ങളായി കരതൊടാതെ കടലിൽ തുടർന്നു പോകുന്ന ഈ കപ്പലിൽ കേടായ ശൗചാലയങ്ങൾ, ശുദ്ധജലക്ഷാമം, പൂപ്പൽ നിറഞ്ഞ ഷവറുകൾ, ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം എന്നിവ കാരണം കടുത്ത മാനസികാരോഗ്യ തകർച്ചയാണ് 5000ഓളം വരുന്ന സൈനികരും മറീനുകളും നേരിടുന്നത്. ചില നാവികർ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടാൻ പോലും ശ്രമിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അമേരിക്കൻ ജനപ്രതിനിധികളെയും സൈനികരുടെ കുടുംബങ്ങളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന് എഴുതിയ കത്തിൽ സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്താലും സെനറ്റർ റൂബർ ഗല്ലഗോയും അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ടു. അറ്റകുറ്റപ്പണികളോ മതിയായ വിശ്രമമോ ഇല്ലാതെ 12 മുതൽ 16 മണിക്കൂർ വരെ നീളുന്ന ജോലിഭാരം സൈനികരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ദിവസങ്ങളായി കര കാണാതെ അനിശ്ചിതമായി നീളുന്ന ഈ സൈനിക വിന്യാസം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും കടുത്ത തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഹോർമൂസിലെ സംഘർഷ അന്തരീക്ഷം പശ്ചിമേഷ്യയിലെ മറ്റ് മേഖലകളിലേക്കും ദ്രുതഗതിയിലാണ് പടരുന്നത്. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ വെച്ച് സൗദി അറേബ്യൻ സൈനിക ഗതാഗത കപ്പലിന് നേരെ നേരിട്ടുള്ള റോക്കറ്റ് ആക്രമണം നടത്തുകയും മാരീബിലെ സൗദി സൈനിക ക്യാമ്പുകളിലേക്ക് നിരവധിയായ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയക്കുകയും ചെയ്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മേഖലയിലെ സൗദി US സൈനിക കേന്ദ്രീകരണം തടയുന്നതിന്റെ ഭാഗമായാണ് തങ്ങളുടെ ശക്തമായ ഈ സൈനിക നീക്കമെന്നാണ് ഹൂതി വക്താവ് അവകാശപ്പെട്ടത്. മറ്റൊരു നിർണായക സംഭവ വികാസത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് ഇറാൻ അനുകൂല തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തിയ വധശ്രമ ഭീഷണിയുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തുർക്കി സന്ദർശനത്തിനിടെ ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച എയർഫോഴ്സ് 1 വിമാനത്തിന് നേരെ തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന വ്യോമ പ്രതിരോധ മിസൈൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് US ഇന്റലിജൻസ് വിവരം നൽകിയതിനെ തുടർന്ന് ട്രംപിനെ രഹസ്യമായി മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. അങ്കാറയിലെ ട്രംപിന്റെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ എതിരാളികൾ ചോർത്തിയെന്ന കണ്ടെത്തൽ US സെക്യൂരിറ്റി ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി ആഗോള ഊർജ്ജ വിപണിയിൽ വൻ പ്രഹരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ എനർജി ഏജൻസി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2026 ആഗോള എണ്ണ ആവശ്യകതയിൽ പ്രതിദിനം 1.6 ദശലക്ഷം ബാരലിന്റെ കനത്ത ഇടിവാണ് പ്രവചിക്കുന്നത്. ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നതും ഇന്ധനവില കുതിച്ചുയരുന്നതും ലോകരാജ്യങ്ങളുടെ ഉപഭോഗത്തെ പ്രതികൂലമായി ബാധിച്ചതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ഇതിനിടെ രാജ്യത്തിനകത്ത് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ വധശിക്ഷയിലൂടെ അടിച്ചമർത്തുന്ന ഇറാന്റെ നയത്തിനെതിരെ ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടെയുള്ള 32ഓളം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അപലപിച്ചു. പ്രതിഷേധിക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് ഇരട്ടത്താപ്പാണെന്നും ഗാസയിലെ ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അർഹതയില്ലെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തുറന്നടിച്ചു. മൊത്തത്തിൽ സൈനിക ശക്തി പ്രകടനങ്ങളും നയതന്ത്ര പരാജയങ്ങളും ലോകത്തെ ഒരു പുതിയ സാമ്പത്തിക ഭൗമ രാഷ്ട്രീയ ഉലച്ചിലിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഹോർമൂസിലെ ഉപരോധം നീളുന്നത് പശ്ചിമേഷ്യൻ സമവാക്യങ്ങളെ മാറ്റി എഴുതുക മാത്രമല്ല, ആഗോളതലത്തിൽ സാധാരണക്കാരുടെ നിത്യജീവിത ചെലവുകളെയും സമാധാനത്തെയും കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.